എക്സ്പ്ലോർ വിത്ത് മാക്സിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ കുമ്പളയിലുള്ള ഒരു ഹിഡൻ കേവിലേക്കാണ് ശരിക്കും നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അല്ലേ ഉണ്ണി? പനേഷ? അപ്പം ഒരു നമുക്ക് ഓൺ റോഡ് കാണാം. കാരണം ഒരു ചെറിയൊരു സ്ഥലം, നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് അത്. അതിനകത്ത് ചെറിയ പഴയ നമ്മള് എന്താ പറയാ പുരാതനമായിട്ടുള്ളൊരു കേവാണ്. എന്താകുന്നൊക്കെ നമുക്ക് ഓൺ റോഡ് കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സന്ദീപിന്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓൺ ബുള്ളറ്റ്, ഇതും സന്ദീപിന്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ആ സ്ഥലത്തേക്ക് എത്തി. ഏകദേശം കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് വിരുത്ത് നമ്മുടെ കൂടെ ഉണ്ട്. വിരുത്ത്, പവനേഷ്, അഖിലേഷ്, അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ്, വണ്ടിയുടെ നമ്മുടെ മറ്റേ ഓഫ് റോഡ് വണ്ടിയുടെ ഓണർ. അപ്പോൾ അതെ ഉണ്ണിതേ താഴത്തോടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അത്യാവശ്യം ഇതിലൂടെയൊക്കെ വണ്ടി കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും. നല്ല കലക്കിന് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ഇതിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. അവരോട് പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് പോയാൽ മതി. എന്തായാലും നമ്മളെന്തായാലും ഇതിൻ്റെ എക്സ്പ്ലോർ ഒരു ടാസ്ക് അങ്ങ് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആരും അങ്ങനെ പോകാറില്ല അതിനകത്തേക്കൊന്നും. നമുക്കെന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല എന്താ പറയുക ഇറക്കമാണ്. ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. എവിടേക്കാണെന്നൊരു പിടിയില്ല. സന്ദീപാണ് നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്ന സാരഥി. സന്ദീപ് പണ്ട് മൂകാംബിക ഫോറസ്റ്റിൽ പോയിട്ട് ഞങ്ങളെ കാട്ടി കയറ്റിയതാണ്. ഇതുപോലെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുടജാദ്രി ട്രക്ക് ചെയ്യാൻ പോയതാണ്. ശരിക്കും അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെങ്കിണ്ടല്ലോ 1.5 വ്ളോഗ് കിട്ടിയേനെ. GPS നോക്കി ഇതാണ് ശരി വഴിയെന്നും പറഞ്ഞ് പോയ മച്ചാനത്. അത് ഞങ്ങൾ മാത്രമല്ല, മലപ്പുറത്ത് നിന്ന് വന്ന 2-3 പിള്ളേരെയും കൂടി ഞങ്ങൾ കയറ്റി അതിലൂടെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊളി പ്ലേസ് മോനെ, ഒന്നും പറയാനില്ല. ഓ നോക്കാം, നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. എന്താ ആഹാ ഇതിലേ ഇത് മറ്റേ പടമില്ലേ മറ്റേ കൈ വീഴുന്ന മറ്റേ എന്താ പറയാ മറ്റേ മനസ്സിലായി ഹൈക്ക് ചെയ്തിട്ട് കൈ കല്ലിൻ്റെ ഇടയിൽ ബാക്കിയാവുന്നത്. ഇതൊരു കല്ല് വന്ന് കിടക്കണം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. ശരിക്കും അമ്പോ അടിപൊളി പ്ലേസ്. അഗി എങ്ങനെയുണ്ടാ അല്ലേ? ഇതെന്താ നമ്മൾ കാണാത്ത എത്തിയത്? അയ്യോ അടിപൊളി. മറിയടാ എന്താ വഴി? അയ്യോ അടിപൊളി മുള്ള്. ഇതിപ്പം നമുക്ക് നോക്കാം, കയറി നോക്കാം എന്തായാലും. അവസ്ഥ അമ്മേ, അയ്യോ എടാ ഇത് ബാക്കിയാടാ. ആവൂ അമ്മേ, ആ മുള്ളാണ്ടത്. അയ്യോ ഓരോരുത്തർ കയറി വരുന്നുണ്ട്. എൻ്റെ മുടിയിൽ കുഴപ്പമൊന്നുമില്ല ദീപേ. പവനേഷിന്റെ പെടലി വിളിക്കുന്നത് ഇതോടെ ശരിയാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. തവളെ എന്താ പറയുന്നത്? ആ അതല്ലേ ഞാനും പറഞ്ഞ മുള്ളാണ്. വാടാ കയറി വാടാ, വാ അമ്പോ വേറൊരു ആംബിയൻസിലേക്ക് എത്തി നമ്മള്. ഒരു നല്ലൊരു അടിപൊളി വഴി കഴിഞ്ഞിട്ട്. ആഹാ അടിപൊളിയാണല്ലോ. ഒരു കപ്പ് ഇട്ട് ദേവന് നീ എന്താ പറയും? മുള്ളത് നല്ല അരിപ്പുള്ളി. ഇതൊരു മുള്ളാണ്, ഒരു മുള്ളുള്ള ഒരു ടൈപ്പ് വള്ളിയാണത് ശരിക്കും. അപ്പോൾ അത് അഖിലേഷ് ഇങ്ങനെ പതുക്കെ, അഖിലേഷാണെങ്കിൽ കൊടുക്കാത്ത ഹൈറ്റ് വേണം തെണ്ടിക്ക്. കൈ കൊണ്ടൊക്കെ പിടിച്ച് ടാസ്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയൊന്നും ഇല്ല. സന്ദീപ് ഇറങ്ങിക്കോ. അപ്പൊ നമ്മളൊരു നടുക്കെത്തി. ഇതിലൂടെ ആയിരുന്നു വഴി പോലും. പൊക്കോ, ഞാൻ അവസാനം ഇറങ്ങാം. എന്തമ്മേ കൊറേ നാളെ വന്നിട്ട് ആൾക്കാരെ ഇതാണോ കേവ്? ഇതിനകത്ത് കാണുന്നതാണ് നമ്മുടെ കേവ് എന്ന് പറഞ്ഞത്. അടിയിൽ കാണുന്നുണ്ട്. ഞാൻ വരാം. അയ്യോ
അവസ്ഥയാണ് ഇത്. അവനിറങ്ങി പോകണുണ്ട്, അവൻ കാട്ടുജന്മാന്ന് തോന്നുന്നു പണ്ടാരെ. ഇറങ്ങി വരുന്നതൊക്കെ കണ്ടല്ലോ, വിൻസൊക്കെ ഇറങ്ങി അവസ്ഥയാണ്. പൗരേഷാണ് പെടല് വിളിക്കിരിക്കുക, പെടലാണ് ഈ വള്ളി കാട്ടുവള്ളി ഇങ്ങനെ കൊറേ വള്ളി ഒന്നും പറയാനില്ല. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ബാഗൊക്കെ ഉണ്ടോ. ഇതാ ഇവിടെയാണ് ഇപ്പൊ നമ്മളതിന് പോകേണ്ടത് കേട്ടോ. ഇതിനകത്തേക്കാണ് ഇതാണ് നമ്മളെ ഗുഹ. ഇവിടെ ലൈറ്റില്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. പിള്ളേരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിനിത്തിനിപ്പോ നമ്മളെ കുമ്പളക്കാർക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒന്നൊന്നര ആംബിയൻസ് അല്ലേ. ഒരു ശരിക്കും കാടിന് നടക്കാൻ ഒരു പ്രത്യേക തണുപ്പൊക്കെ കിട്ടാൻ തുടങ്ങി. മെല്ലെ വിനിത്ത മെല്ലെ. കഴുത്തളി അങ്ങനെ നമ്മുടെ പവനേഷ് താഴത്തേക്ക് ഇറങ്ങിയത് ഒടിഞ്ഞ പടലിയും വെച്ചിട്ട് നോക്കിക്കോട്ടാ. അപ്പൊ അതൊക്കെ ഓടിച്ചിറങ്ങിക്കോട്ടെ. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് പണ്ട് കാലത്ത് ആൾക്കാർ വെള്ളത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഉണ്ടാക്കിയതാ ശരിക്കും. അപ്പൊ ഇവിടെ ഇതിന്റെ അടിയിലൂടെ കാണാം നമുക്ക്. ഇവിടെ ഒരു ചെറിയൊരു കേവ് പോലെ ഉണ്ട്. ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ? ലൈറ്റ് മതിയാവൂലേ? ഫോൺ ടോർച്ച് മതി. സന്ധ്യ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? വവ്വാലുണ്ടാവും, വെള്ളം വന്ന് ഉണ്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാം. അല്ല ഇത് പിന്നെ അപ്പുറത്തോട്ട് വേറെ വഴി ഉണ്ടാവും. ഇവിടെയൊക്കെ ആരും അതായത് മുള്ളമ്പന്നി നിൽക്കുന്ന സ്ഥലം പോലെ ഇതൊക്കെ ഇറങ്ങി വെള്ളം ഉണ്ടോ? നല്ല വെള്ളം വെള്ളം ഉണ്ടാവും. ചെളി എന്താവുന്നു നമുക്ക് ഇത് പഠിച്ചോ. പാൻറ് നോക്കട്ടെ. അപ്പൊ നമുക്ക് കയറി നോക്കാം എന്തായാലും എന്താണ് സംഭവം അകത്ത്. ഒരു അഡ്വഞ്ചർ ആയിക്കോട്ടെ. മണ്ണിടിച്ചിലേക്ക് തിരിച്ചു കാണാം. ഇതൊക്കെ ചെളിയാണ്, മറ്റേ ചെടിയുടെ പുള്ളി പുള്ളി പോകും. ഇതൊക്കെ കണ്ടോ? റിസ്ക് ആണ്. നിങ്ങൾ ഒരാൾ പുറത്ത് കിടന്നെങ്കിൽ ഒറ്റ കയറണ്ട. വന്നോ പഠിച്ചോ? ഇതിന്റെ വെള്ളത്തിന്റെ ഒക്കെ പൈപ്പ് കാണുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കാണാം നിങ്ങൾക്ക്. അവസ്ഥ നല്ല നല്ല തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ. മുകളിലൊക്കെ കണ്ടോ? മുകളിലൊക്കെ വെള്ളം ഇങ്ങനെ ഇതായിട്ട് ഡ്രോപ്പ് ആയി നിൽക്കുന്ന കാണാൻ പറ്റുമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങി നോക്കാം എന്താ അവസ്ഥ. എന്താണ് അതിനകത്തുനിന്ന് തമ്പുരാനറിയാ. നന്നായിട്ട് പേടി വന്നിട്ട് ആ വെള്ളത്തിന്റെ തണുപ്പ്. അയ്യോ അടിപൊളി. ഇത് താഴ്ച കൂടുന്നുണ്ടെന്ന്. ചെളിയാണ് മൊത്തം. എടാ എല്ലാരും കൂടി കേറണ മണ്ണിടിയോ? ബാക്കി രണ്ടുപേരെ പുറത്തേക്കുന്നുണ്ട്. ചെളിയാണ് കേട്ടോ അടിഭാഗം മൊത്തം. അറിയാലോ അടി എനിക്ക് കുത്താൻ പറ്റും. സന്ധ്യ ബാക്കിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ പ്ലേസ് ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. മുകൾ ഭാഗമൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചത്. വെള്ളത്തിന്റെ ഒക്കെ ഈർപ്പം ഇതുപോലെ തന്നെ ഡ്രോപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് എന്തിന്റെയാണ് സാധനം എന്ന് എനിക്കറിയില്ല. ചെളിയുടെ ആണോ? സൈഡ് എന്തോടല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്ന്. അകത്തേക്ക് കയറിയിട്ട് ഇവിടുന്ന് 2-3 ഇത് ടൈപ്പ് ഉണ്ടല്ലോ. 2 വഴിയുണ്ട് ഇവിടുന്ന്. എൻ്റെ അമ്മേ, ഇതൊരു വഴി, ഇത് വേറൊരു വഴി. ഇവിടെ ഒരു ഉറവയാണ് കേട്ടോ. ഇത് നല്ലൊരു ഉറവയാണ്. ഈ സ്ഥലം നല്ല പ്യൂർ വാട്ടർ വരുന്നുണ്ട്. ഇവിടുന്ന് വേറൊരു അകത്തേക്ക് ഒരു വഴിയുണ്ട്. ഇവിടുന്ന് ഇതിനകത്ത് എന്നാ ഉള്ളതെന്ന്. എടാ വവ്വാലടാ, പേടിക്കണ്ട. കൊറേ വവ്വാലുണ്ടായി. അകത്തേക്ക് ശ്വാസം കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എടാ വവ്വാലുകൾ അതിന്റെ പുറത്തുണ്ട് കേട്ടോ. അവിടെ എൻ്റെ ആണ്, വേറെ ഒന്നുമില്ല. നല്ല വെള്ളം വരുന്നു. നോക്കിയേ വവ്വാലുണ്ടോ അവിടെ അറ്റത്ത്. ഇടിഞ്ഞു വീഴുന്നുണ്ടതാ നോക്കിയേ. ഇവിടെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. വെറുതെ അമ്മ ഒരു കാറ്റ് മാത്രം കിട്ടിയുള്ളൂ. വവ്വാല് എൻ്റെ ഒരു വവ്വാലുണ്ട് നോക്കി നോക്കി. ഉണ്ടാ
പോയാ ഇല്ല അത് പോയി അതങ്ങടെ ഇപ്പൊ പറന്നു പോയി. കണ്ടോ നല്ല പ്യൂർ വാട്ടർ കണ്ടോ, നല്ല ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല പ്യൂർ വാട്ടറാണ്. കുറച്ച് കുടിച്ചോക്കാം നമുക്ക് ഇത്തിരി. അടിപൊളി. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നല്ല തണുത്ത വെള്ളമല്ലേ? അതാണ് ഭൂഗർഭജലം. അതപ്പോ അഖിലേഷൻ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. വെള്ളം പതുക്കെ ടച്ച് ചെയ്യില്ല കേട്ടോ, സൈഡ് ടച്ച് ചെയ്യല്ലേ. ഉണ്ണി ബാക്കിലേക്ക് കിട്ടോ, ഇതാവണ്ട. അഖി എങ്ങനെയുണ്ടാക്കി? ഫ്രഷ് വെള്ളം അല്ലേ? അടിപൊളി. അപ്പം നമ്മളിത് പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. കാരണം കൂടുതൽ നേരം നിൽക്കാനുള്ള ധൈര്യമില്ല ഒന്നാമതെ, ശ്വാസം ഒന്നാമതെ ഭയങ്കരമായിട്ട് പ്രഷർ വരുന്നുണ്ടല്ലേ. ഇത് കണ്ടോ, ഇത് ഈ സംഭവം കൊണ്ട് മഞ്ഞൊക്കെ നിൽക്കുന്ന പോലെ മഞ്ഞ് നിൽക്കുന്ന പോലെയായിട്ട് വെള്ളം നമ്മുടെ ഇതായിട്ട് നിൽക്കുന്നത്. ചെളിയാണ് കേട്ടോ, അത് ചെളി പോലത്തെ ഒരു മണ്ണാണ്. നമുക്കപ്പം നല്ല പുറത്തേക്ക് ഇറങ്ങിയാലോ? നമുക്കപ്പോൾ ഇവിടെയൊക്കെ നല്ല താഴ്ചയാണ് കേട്ടോ. അത്യാവശ്യം മുട്ടിൻ്റെ അടുത്തൊരു വെള്ളമുണ്ട് ഇവിടെ, നല്ല തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ നോക്കാം ബാക്കി എന്താണ്. ഒന്ന് ജീവൻ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംബിയൻസും ഇതേ ഗുഹയുടെ ഇത് നോക്കിയേ, ഇരുട്ട് നോക്കിയേ. വീടിന്റെ അടുത്തൊക്കെ നീ ആ തെണ്ടി അതിന്റെ ഇടയ്ക്ക് നിനക്കെന്താ ഭയങ്കരമായിട്ട് സ്ഥലം ഇഷ്ടമായ? ഒറ്റയ്ക്ക് നിക്കണ്ട തെണ്ടി. നീ എന്ത് എടുക്കായിരുന്നു അവിടെ? നല്ല വ്യൂ. നിന്റെ നിന്റെ എടുക്കാൻ പറ്റില്ലേ? അതിന്റെ ഇടയ്ക്ക് അവൻ വെള്ളം കുടിക്കാൻ പോയി തോന്നുന്നു ഭ്രാന്തന്. അപ്പൊ നോക്കിയേ, ലൈറ്റ് ഇല്ലാണ്ട് നോക്കിയേ നിങ്ങൾ ഇതിന്റെ അകത്തേക്ക്. അറിയാലോ അവസ്ഥ എന്താന്ന്, ഒന്നും പറയാല്ല. ഒരൊന്നൊന്നര പ്ലേസ്, ഒന്നൊന്നര ആംബിയൻസ്. ശരിക്കും ഫോറസ്റ്റിന്റെ ഒരു ആംബിയൻസ് ഉണ്ട് ശരിക്കും. അപ്പൊ ഈ മണ്ണൊക്കെ ശരിക്കും നമ്മളിവിടെ മണ്ണ് ഇങ്ങനെ പിടിച്ച് നിന്നിട്ടുള്ളത് പറഞ്ഞാൽ ഈ മരങ്ങളുടെ വേരുകളുടെ ഉറപ്പിലാണ് ശരിക്കും നിന്നിട്ടുള്ളത് കേട്ടോ. ഈ വേരുകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ്, വേരുകൾ ഒരു തടയായിട്ടാണ് നിന്നിട്ടുള്ളത് ശരിക്കും. അതിൻ്റെ ഉള്ളു മൊത്തം നിങ്ങൾ കണ്ടാൽ അറിയാം. ഉള്ളു നമ്മൾ കയറുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ വേരുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടോന്ന് അറിയില്ല വീഡിയോയിൽ. സന്ദീപ് കയറാൻ തുടങ്ങിയ അകത്തേക്ക് പന്നി ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പം സന്ദീപിന് അല്പം അഡ്വഞ്ചേഴ്സ് കുറച്ച് കൂടുതലാണ്. അത് ഞങ്ങൾക്ക് അന്നേ മനസ്സിലായതാണ് മൂകാംബിക പോയപ്പോൾ. കാട്ടിനകത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് പിടിച്ചിരുന്നെങ്കിൽ അവസാനം ഞങ്ങൾ എന്തായാലും പ്രതികളായാലേ. കർണാടക പോലീസിന്റെ ജയിലിൽ കിടന്നേനെ, കർണാടക പോലീസിന്റെ കൂടെ. ഇവിടെ പന്നിയുടെ ഈ സൈഡൊക്കെ പന്നി കിടക്കുന്ന കേട്ടോ. അതെ, അവിടുന്ന് ആ ഒരു സംഭവമാണ് ശരിക്കും. ഇവിടെ ശരിക്കും പന്നികൾക്കൊക്കെയാണ് അകത്ത്, അതാ പന്നികൾ അതിനകത്ത് ഉണ്ടാവുന്ന പറഞ്ഞത്. ഞാൻ ആലോചിച്ചു പന്നി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. ഇതിൻ്റെ അടിയിലൂടെ നല്ല അടിപൊളി വഴിയുണ്ട്. മുള്ളം പന്നി. മറ്റേ പന്നിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി പോകാന്ന് കേൾക്കും. മുള്ളെങ്ങാനും ഇതാക്കി കഴിഞ്ഞാൽ തീർന്നു അവസ്ഥ. ഓ അപ്പോൾ അതേ അഖിലേഷ് കയറി വരുന്നുണ്ട്. ഞാൻ അതേ പതുക്കെ മുകളിലോട്ട് കയറാൻ നോക്കട്ടെ. ഇത് ഇപ്പോൾ മുള്ളാണതേ, ഇതൊക്കെ നല്ല മുള്ളാണ് വണ്ടാരം. ഇതാണ് ഏറ്റവും വലിയ സീനുള്ളത്. ഓ ഒന്നാമത് മുടി അഴിച്ചിട്ടേക്കാം, അതിൻ്റെ ഇത് വേറെ. എന്താ പറ്റി മുള്ള? എന്നെ കൊണ്ട് താഴത്തേക്ക് ഇടല്ലടാ. അങ്ങനെ ഞങ്ങള് എല്ലാം കഴിഞ്ഞ് ഗുഹയൊക്കെ കണ്ട് ഇതേ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക. അവരങ്ങോട്ട് എത്തിട്ടാ വിനിത്തും സന്ധ്യ എണ്ണൊക്കെ. ഇതേ കുളം. എൻ്റെ മോനെ ഇതിലേക്ക് തുള്ളി അതിൽ മീൻ ഉണ്ടോടാ? ദൈവം എന്ത് ക്ലിയറാ വെള്ളടാ. ചെങ്ങൈ നമ്മുടെ സന്ധ്യവിന്റെ സ്ഥലമുണ്ട് ഇത് മൊത്തം കാണുന്നത്. ഈ ഏരിയ മൊത്തം നമ്മുടെ സന്ധ്യവിന്റെ ആണ്. അപ്പം ഞങ്ങൾ പതുക്കെ സന്ധ്യവിന്റെ നമ്മുടെ സ്വന്തം സ്ഥലത്തൂടെ അല്ലേ അല്ലുണ്ണി, നമ്മുടെ സ്വന്തം തോട്ടത്തിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം തോട്ടത്തിലൂടെ
ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി പറയണ നമ്മുടെ സന്ദീപ് നമ്മുടെ പ്രണവ് മോഹൻലാലിനെ പോലെയാണെന്ന്. കാരണം ഇത്രയും തോട്ടുണ്ടായിട്ട് യാതൊരു അഹങ്കാരവും ഇല്ല അല്ലേ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് നമ്മുടെ സന്ദീപ്. അപ്പോൾ നമ്മളത് നമ്മുടെ ബൈക്ക് വെച്ചെടുത്തേക്ക് എത്താനായി. ഇപ്പം അത്യാവശ്യം എന്തുകൊണ്ടാണോ അത്യാവശ്യം കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുകളിൽ നമ്മുടെ വണ്ടി വെച്ച സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ എന്താ എല്ലാവരും ഇപ്പോൾ ഏകദേശം പട്ടിയെ പോലെ ആയിപ്പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ മച്ചാനോട് ചോദിക്കേണ്ട കാര്യമില്ല, മച്ചാൻ്റെ സ്വന്തം സ്ഥലമാണ് നമ്മുടെ, അതിനകത്താണ് ഈ സ്ഥലം ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആർക്കെങ്കിലും വരാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ താഴെ ഉണ്ടാവും, എന്നെ വിളിക്കുക, നമുക്ക് ഒരുമിച്ച് വരാം, ഒരു കുഴപ്പമില്ല. മച്ചാനും ഉണ്ടാവും കൂടെ, അതുപോലെ തന്നെ ഇവിടെ ഫ്രീ ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും വന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാം. അപ്പോൾ വേറൊരു കാര്യം വേറെ അതല്ല മറ്റേത് അതന്നെ. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റേ ടിൻടിൻ അതെ ടിൻടിൻ അടിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.